إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമളാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. റമളാനിൻ്റെ ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതാകുന്നു എന്നാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലൂടെ അത് സ്വീകരിച്ചാൽ മാത്രമാണ് ഒരാൾക്ക് അതിലേക്ക് പൂർണ്ണമായി ഇറങ്ങാൻ സാധ്യമാവുകയുള്ളൂ. ഒന്ന്, ഈമാൻ. വിശ്വാസത്തോടു കൂടിയാണ് റമളാനിൻ്റെ ഓരോ കർമ്മങ്ങളെയും കാണേണ്ടത്. അൽ ഈമാൻ, വിശ്വാസം എന്ന് പറയുന്നത് തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലാണ്. ബാഹ്യമായ വേഷഭൂഷാദികൾ കൊണ്ട് ഒരാളുടെ ഈമാനിനെ അളക്കാൻ സാധ്യമല്ല. ചില ആളുകളെ കണ്ടിട്ട് അയാളെ കാണുമ്പോൾ വല്ലാത്തൊരു ഈമാനാണ്, ഈമാനുള്ള മുഖമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈമാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തട്ടി അടയാളപ്പെടുത്തലാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അല്ലാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ശരീരങ്ങളിലേക്കോ നോക്കുകയില്ല. എന്നാൽ അത് വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷെ അതല്ല പ്രാധാന്യം. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. വ അഅ്മാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ്. അപ്പോൾ ആ ഹൃദയം വിശുദ്ധമാകുക എന്നത് റമളാനിൻ്റെ പരമപ്രധാനമായ ഒരു ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഫഇന്ന ഫിൽ ജസദി മുളഗത്തുൻ. നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത്ത്, അത് നന്നായാൽ സ്വലഹൽ ജസദ് കുല്ലുഹു, ശരീരം മുഴുവനും നന്നാകും. അത് മലിനമായാൽ ശരീരം മുഴുവനും കേടാകും, അഴുക്കാകും. അല, അറിയണം, വഹിയൽ ഖൽബ്, അത് ഹൃദയമാകുന്നു എന്നാണ്. അതുകൊണ്ട് ആ ഹൃദയത്തിലേക്ക് ഈമാൻ നിറയ്ക്കപ്പെടണം. ആ ഈമാൻ ഇനി ശ്രദ്ധിക്കേണ്ടത്, റമളാനിൻ്റെ തുടക്കത്തിൽ നമ്മുടെ പള്ളികളുടെ അവസ്ഥ നോക്കുക. അതിൽ നിന്ന് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. നമസ്കാരം കഴിഞ്ഞ് അല്പനേരം ഒന്നിരുന്ന് ദിക്ർ എടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ പ്രാധാന്യം. അള്ളാഹു എളുപ്പത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാവുന്ന സമയം. പക്ഷെ കഴിയുക വളരെ വേഗത്തിൽ പോവുക. ആ വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് പോകാൻ ശർഈയായ കാരണം വരും. അതെങ്ങനെയാണ്? അയാൾക്ക് നിർബന്ധമായും പോകേണ്ട ഒരു ഓഫീസ് ജോലിയുണ്ട്, അയാൾക്ക് ആ സമയത്ത് എത്തണം. ഒരു കമ്പനി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ. വിദേശത്തൊക്കെ ആ സമയത്ത് അവിടെ ആളുകൾ നമസ്കാരം കഴിഞ്ഞ് ഉടനെ പോകും. അപ്പോൾ അവർ പറഞ്ഞ് തറാവീഹ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കയറണം, അത് പോകാം. പക്ഷെ ഇവിടെ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ധൃതിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പ്രത്യേകിച്ചൊരു ഡ്യൂട്ടിയൊന്നുമില്ല. ഇനി ഉറങ്ങാനാണെങ്കിലോ അങ്ങനെയൊന്നും പലപ്പോഴും സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ എന്താ കാരണം? ഇതൊരു യാന്ത്രികമായ റമളാൻ ഇങ്ങനെ വരും. ആദ്യത്തെ തുടക്കത്തിലൊക്കെ ഒരു കാഴ്ചപ്പാടോടുകൂടി പോകും, പിന്നെ അങ്ങനെ അത് ഒഴുകിപ്പോവുകയും ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ വെള്ളിയാഴ്ച, ഇപ്പോൾ റമളാനിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ഞാനൊരു സുബഹി ജമാഅത്തിന് പങ്കെടുക്കുന്ന പള്ളിയിൽ 2-3 ദിവസം ആ പള്ളി നിറഞ്ഞു കവിഞ്ഞു. പക്ഷെ ഇന്നത്തെ സുബഹി ജമാഅത്ത് നോക്കുമ്പോൾ 3.5 സഫ് ആളേ ഉള്ളൂ. ഈ ആളുകൾ എവിടെയാണ്? അതുപോലെ റമളാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ നാളെ വാർത്ത വരും. പക്ഷെ അല്ലാത്തപ്പോൾ മുസ്ലിമീങ്ങൾ എവിടെ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു, വിശ്വാസം എന്നത് യൻഖുസ് വയസീദ്, അത് കുറയുകയും കൂടുകയും ചെയ്യും എന്നാണ്. ഈമാൻ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാകും.
ആ ഈമാൻ ശക്തമായി കഴിയുമ്പോൾ ഇബാദത്തുകളിൽ അങ്ങേയറ്റത്തെ താല്പര്യമുണ്ടാകും. ഈമാനിന് കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകളെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ റമളാനിൽ പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടത് സൂറത്ത് ആലി ഇമ്രാനിലെ 8-ാമത്തെ ഒരു ആയത്താണ്. അതാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചത്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു നിഅമത്ത് നമുക്ക് നൽകി, ആയുസ് നീട്ടിത്തന്ന് റമളാനിലേക്ക് അള്ളാഹു കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു. അതേസമയം ഒരുപാട് ആളുകൾ പല വിധത്തിലായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇന്ന് എൻ്റെ വിദ്യാലയത്തിനടുത്തുള്ള ഒരു രക്ഷിതാവ് മരണപ്പെട്ടത്, കുട്ടിയുടെ ഒരു പിതാവ് മരണപ്പെട്ടു പോയത് രാവിലെ വെളുപ്പിനെ അദ്ദേഹം തൻ്റെ ജോലിസ്ഥലത്തേക്ക് പോകാൻ വേണ്ടി സൈക്കിളിൽ വരുന്നു. വളവനാട് ഗോൾഗേറ്റ് ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും വാഹനം ഇടിച്ച് അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ ഉപജീവനത്തിന് വേണ്ടി പുറപ്പെട്ട 42 വയസ്സുകാരനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മക്കളെയും കുടുംബവും ഒക്കെ അനാഥത്വത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഇങ്ങനെ മനുഷ്യർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അള്ളാഹു ആയുസ് നീട്ടിത്തന്ന് ഹിദായത്തിലേക്ക് അള്ളാഹു വഴി കാണിച്ചു തന്ന് ആ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിരന്തരമായി ദുആ ചെയ്യുക. ആത്മാർത്ഥമായി ചെയ്യേണ്ട ദുആയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ നാഥ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ് ഖുലൂബന ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റിമറിക്കല്ലേ, ബഅദ ഇദ് ഹദൈതനാ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം. ഹിദായത്തിലേക്ക് വന്നിട്ട് വലാലത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഞങ്ങളിൽ ഉണ്ടാക്കല്ലേ. ഇന്ന് നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ നിസ്സാരക്കാരല്ല. അവര് അറബി കോളേജിൽ പോയി അഫ്ളൽ ഉലമയൊക്കെ പഠിച്ചൊരു സമൂഹമാണ് നിരീശ്വരവാദത്തിന്റെ ആളുകളായി മാറിപ്പോയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ അറബി പാഠപുസ്തകങ്ങളിൽ ഫാത്തിഹ, സൂറത്ത്, പ്രാർത്ഥന വേണ്ട എന്ന് പറഞ്ഞത് അമുസ്ലിങ്ങളായ ആളുകളല്ല. ഒരു അധ്യാപകനായതുകൊണ്ട് ആ വിഷയം അറിയാവുന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് വേണ്ട എന്ന് പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽ അറബി കോളേജിൽ പഠിച്ച മതം പഠിച്ച വ്യക്തിയാ പറയുന്നത്. അതിന്റെ ആവശ്യമില്ല, ദീനുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത്, പടച്ച റബ്ബ് ഹിദായത്ത് നൽകിയാൽ എവിടെ വെച്ചാണ് ആ വലാലത്തിലേക്ക് പോവുക എന്നറിയില്ല. പക്ഷെ അത് നിലനിർത്താൻ വേണ്ടി ഹിദായത്ത് നൽകിയ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ ദലാലത്തിലേക്ക് തിരിച്ചുവിടല്ലേ. റഹ്മ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഇന്നക അൻതൽ വഹാബ് തീർച്ചയായും നീയാകുന്നു ഏറ്റവും നന്നായി ദാനം ചെയ്യുന്നവൻ. ഈ ദുആ ആത്മാർത്ഥമായി നിലനിർത്തണം. പ്രത്യേകിച്ചും ഒരു വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് മതമനുസരിച്ച് കൊണ്ടുള്ള ജീവിതത്തിന് അങ്ങേയറ്റം പ്രയാസകരമാകുന്ന ഒരു അന്തരീക്ഷം. ആ സമയത്ത് ചെറുപ്പക്കാരായ കൗമാര കുട്ടികൾ പള്ളിയിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അവരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് ആനയിച്ച് അവരെ കൊണ്ടുവരണം. ഒരുപക്ഷെ അവിടെ വേഷവിധാനം നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം, മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ടാകാം, ബനിയനൊക്കെ ഒരു കോലത്തിലാകാം എന്ന് വെച്ച് അവരെ ഒരിക്കലും ശകാരിക്കുകയോ വഴക്ക് പറയുകയോ അടിച്ചൊതുക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം അവരല്ലാന്റെ പള്ളിയിൽ വരുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമൂഹം വരുന്നതിനെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. കാരണം അവരുടെ ബാഹ്യലോകം എന്ന് പറയുന്നത് അപകടകരമായൊരവസ്ഥയിലാണ്. പടച്ചവൻ നമ്മുടെ മക്കളെയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കാരണം മയക്കുമരുന്ന്, ലഹരി ഇതെല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഒരു കാലഘട്ടത്തിൽ വിദേശ രാജ്യത്താണെങ്കിൽ ഇന്ന് നമ്മുടെ തന്നെ വീട്ടകങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നാളെ എന്താകുമെന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കുട്ടികളുടെ അവസ്ഥ. അപ്പൊ അവിടെ ആ മക്കൾക്കൊക്കെ ഒരു ഹിദായത്തിന്റെ വഴികളിലേക്ക് വരുമ്പോൾ അവരെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ പള്ളികൾ അതനുസരിച്ചുകൊണ്ട് നമ്മുടെ മഹല്ലുകൾ മാറേണ്ടതുണ്ട്. ആ മക്കൾക്ക് ആവശ്യമായ പഠനത്തിന് ആവശ്യമായ അവരുടെ ജീവിതത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതൊക്കെയും മഹല്ലുകളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിദായത്ത് പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ ആ പ്രവാചകന്റെ മകന് ലഭിക്കാത്ത, ഒരു പ്രവാചകന്റെ പിതാവിന് ലഭിക്കാത്ത, ചില പ്രവാചകന്മാരുടെ ഭാര്യമാർക്ക് ലഭിക്കാത്ത ഹിദായത്താണ് പടച്ച റബ്ബ് നമുക്ക് നൽകിയത്. നോക്കുക, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നു, മകനെ അള്ളാഹിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷെ ആ മകന് ഹിദായത്തിലേക്ക് വരാൻ സാധിച്ചില്ല. അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത്
ആ പിതാവ് നെഞ്ചു പൊട്ടിക്കൊണ്ട് മകനെ വിളിക്കുന്നുണ്ട്, യാ ബുനയ്യ ഇർകബ് മഅനാ, മോനെ വാടാ, അപ്പാന്റെ കൂടെ വാ. അവൻ പറഞ്ഞു, ഞാൻ വരില്ല, ഞാൻ വല്ല മലമുകളിലും പോയി രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് പറഞ്ഞു. അവസാനം ആ വെള്ളത്തിൽ മുങ്ങി മകൻ മരിച്ചു പോകുന്ന ആ ഒരു ദാരുണമായ അവസ്ഥ കാണേണ്ടി വന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. അള്ളാഹു പറഞ്ഞു, നൂഹേ, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, നീ എന്തിനാ അതിന് പ്രയാസപ്പെടണം എന്ന് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ പ്രവാചകന്റെ മകന് കിട്ടാത്തൊരു ഹിദായത്ത് പടച്ചവൻ നമുക്ക് നൽകുന്നു. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീൽ, കൂട്ടുകാരനാണ്. ഇബ്രാഹിം നബിയുടെ പിതാവിന് ലഭിക്കാത്തൊരു ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ ലൂത്തിന്റെ ഭാര്യ, നൂഹിന്റെ ഭാര്യ, ഇവരെല്ലാം നരകത്തിന്റെ അവകാശികളായിട്ട് മാറുന്നു. പ്രവാചകന്മാരായി ജീവിച്ചിരിക്കെ അവർക്ക് ഹിദായത്തിലേക്ക് വരാൻ സാധിച്ചില്ല. അതെന്താണ്? അള്ളാഹുവിന്റെ സത്യസന്ദേശം മനസ്സിലാക്കി കൊടുത്തിട്ട് വരാത്തൊരവസ്ഥയിലൂടെ സഞ്ചരിച്ചാൽ അള്ളാഹു പിന്നെ അവന് ഇതിലേക്ക് വരാനുള്ള വഴി തുറന്നു കൊടുക്കുകയില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ആ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഈ റമദാനിൽ ദുആ സ്വീകരിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. അതോടൊപ്പം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ രക്ഷിതാവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഹയർ സെക്കൻഡറിയും അറബി മതപാഠശാലയിലെ എല്ലാ വിദ്യാഭ്യാസവും കഴിഞ്ഞവനാണല്ലോ മുസ്ലിം സമുദായത്തിലെ മക്കളൊക്കെയും. എന്നിട്ടും എന്തേ ആ ഒരു വഴികളിലൂടെയുള്ള വാർത്തകൾ നോക്കിയാൽ അവരെയെല്ലാം അവിടെ കാണുവാൻ സാധിക്കുന്നത്? ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയം. അതുകൊണ്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. വളരെ വിലപ്പെട്ട ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തുക. വരാനിരിക്കുന്ന ദിനരാത്രങ്ങളെ എല്ലാവിധ ആത്മാർത്ഥതയോടും കൂടി പ്രതിഫലേച്ഛയോടും കൂടി ആ ദിനരാത്രങ്ങളെ സ്വീകരിക്കാനും അതിൻ്റെ സമയങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനും വേണ്ടി പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സത്യദീനിൻ്റെ പാതയിലൂടെ മുന്നോട്ട് ചലിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നോമ്പിന്റെ ഹുർമത്തിൽ നഷ്ടപ്പെടുത്തുന്ന എല്ലാവിധ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ മക്കൾക്കും അള്ളാഹു ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമസ്കാരം നിലനിർത്തുന്നവരിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ.